चक दे इंडिया एस्सेയുടെ ബാക്കി നോക്കാം. यदि 19वीं व 20वीं सदी की त्याग, तपस्या, संघर्ष और उत्कर्ष की विरासत तथा 21वीं सदी की वैश्विक आकांक्षाएं भारतीय युवा अस्मिता को विभक्त बनाती हैं, उसे आंदोलित करती हैं और व्यवस्थागत अंतर्विरोध के समाधान के लिए उसे उग्रवादी बनाती हैं, तो इसमें कुछ भी आश्चर्यजनक नहीं. നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു നിർത്തിയത് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളുടെ എല്ലാം കേന്ദ്രത്തിൽ ചെറുപ്പക്കാരായിരുന്നു, അന്നത്തെ യുവാക്കളായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗ്ലോബലൈസേഷൻ്റെ സമയത്തെ യുവാക്കൾ തങ്ങളെയും അതുപോലെ തന്നെ തങ്ങളുടെ സമയത്ത് നിലനിൽക്കുന്ന സിസ്റ്റത്തെയൊക്കെ അനലൈസ് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ലേഖകൻ പറയാണ്, 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിലെയും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ, സംഘർഷങ്ങൾ, പിന്നെ ത്യാഗം, ആ സമയത്തെ മനുഷ്യരുടെ ത്യാഗം, നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ത്യാഗവും തപസ്യയും അവരുടെ ആ ഒരു ഉത്സാഹവും ഒക്കെ അടങ്ങുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്ക് അവകാശപ്പെടാനുള്ളത്. അപ്പം അതും ഒരു വശത്ത് അത്, അതേപോലെ തന്നെ മറുവശത്ത് 21ാം നൂറ്റാണ്ടിലെ ഈ ഗ്ലോബലൈസേഷൻ്റെ ഈ സമയത്ത് ഉള്ളിൽ ഉയർന്നു വരുന്ന ആഗ്രഹങ്ങളും ആശകളും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഭാരതത്തിലെ യുവാക്കളുടെ ഒരു അഹംബോധത്തെ, അവരുടെ ഒരു അസ്മിതയെ, ഐഡൻറ്റിറ്റിയെ തന്നെ വിഭജിച്ചു വയ്ക്കുന്നുണ്ട്, പല രീതിയിലുള്ള യുവാക്കളെ സൃഷ്ടിക്കുന്നുണ്ട്. ഇവയൊക്കെ ഇത്തരത്തിലുള്ള 21ാം നൂറ്റാണ്ടിലെ വർത്തമാന സമയത്തെ യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഇന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ദ്വന്ദ്വം, സംഘർഷാവസ്ഥ, അവയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുവാക്കൾ ഉഗ്രവാദികളായി മാറുന്നു. ഉഗ്രവാദി എന്ന് പറഞ്ഞാൽ ക്രാന്തികാരികളാണ്, വിപ്ലവകാരികളാണ്. അതായത് ഭയങ്കരമായ രീതിയിലുള്ള, തീക്ഷ്ണമായ തരത്തിലുള്ള വിപ്ലവകാരികൾ ആയി മാറുന്നു. അങ്ങനെ മാറുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നാണ് ലേഖകൻ പറഞ്ഞു വരുന്നത്. തമാം വികാസശീൽ യോജനാओं और 16 वर्षीय वैश्वीकरण के बावजूद യുവ ഹിംസാസെ വിരക്ത് നഹി ഹോ സക്കാ ഹെ. അതായത് വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു, മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അതുപോലെ തന്നെ 16 വർഷത്തെ ഈ ഗ്ലോബലൈസേഷൻ്റെ അതൊക്കെ സംഭവിച്ചു. എന്നിട്ടും യുവ ഹിംസാസെ വിരക്ത് നഹി ഹോ സക്കാ ഹെ. അവർ ഹിംസയിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയില്ല. ഹിംസ അവർക്ക് മടുത്തില്ല. അവരിന്നും കുറച്ചധികം യുവാക്കൾ, ചെറുപ്പക്കാർ ഇന്നും ക്രാന്തികാരികളായിട്ട്, വിപ്ലവകാരികളായിട്ട് തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. ആജ് ദേശ് കെ പശ്ചിം ബംഗാൾ, ജാർഖണ്ഡ്, ബിഹാർ, ഛത്തീസ്ഗഡ്, ഒഡീസ, ആന്ധ്രാപ്രദേശ്, महाराष्ट्र, मध्य प्रदेश, उत्तर प्रदेश, राजस्थान जैसे राज्यों के 100 से अधिक जिले നക്സൽവാദി ഹിംസ സെ കം അധിക് പ്രഭാവിത് ഹെ. പിന്നീട് ലേഖകൻ നിരീക്ഷിക്കുന്നത് ഭാരതത്തിൻ്റെ ഈ പറഞ്ഞ സ്റ്റേറ്റ്സിലെ 100ലധികം ജില്ലകൾ നക്സലിസത്തിൻ്റെ ഭീഷണിയിലാണ്. സുരക്ഷാ ബലോം പർ സൈക്കഡോं करोड़ रुपये खर्च करने के बावजूद നക്സൽ ഹിംസ കാ സഫായ നഹി കിയാ ജാ സക്കാ ഹെ. അപ്പം നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിവിധ ഫോഴ്സുകളിലായിട്ട് കോടിക്കണക്കിന് രൂപകളാണ് ചെലവിടുന്നത്. ഓരോ വർഷം ഓരോ ബജറ്റിലും കോടിക്കണക്കിന് രൂപകളാണ് നീക്കിവെക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ നക്സലിസത്തിനും അവരുടെ ഹിംസാത്മകമായ പ്രവൃത്തികൾക്കും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിനെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നക്സൽവാദി ഹിംസക് ആന്തോളൻ മേ ഭി യുവാശക്തി ഹി സക്രിയ ഹെ. ഇപ്പോൾ ഈ പറഞ്ഞ നക്സലിസത്തിൽ, അവരുടെ പ്രവർത്തനങ്ങളിലും യുവാക്കൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്, യുവാക്കളാണ് ആക്റ്റീവായിട്ട് ഉള്ളത്. ഈ ശക്തി സമാജ് കെ വഞ്ചിത് ഉത്പീഡിത് വർഗ കെ യുവാओं से बनी है. അപ്പോൾ ഈ നക്സലിസ്റ്റുകളായി മാറുന്ന യുവാക്കളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സമാജ് കെ വഞ്ചിത് ഉത്പീഡിത് വർഗ, സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട, ചൂഷണം ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. കുറച്ചധികം കമ്മ്യൂണിറ്റികളിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ ബ്രാക്കറ്റിൽ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്: ആദിവാസി, ദളിത്, പിछड़े आदि. इस समाज के युवाओं तथा वैश्वीकृत मध्य वर्ग के युवाओं की ज़रूरतों, आकांक्षाओं और प्राथमिकताओं के बीच गहरी खाई है. എന്നിട്ട് ലേഖകൻ പറയാണ്, इस समाज के युवाओं तथा वैश्वीकृत मध्य वर्ग के युवाओं. അപ്പോൾ ഈ പറഞ്ഞ വഞ്ചിത്, ഉത്പീഡിത് വർഗിൽ ഉൾപ്പെടുന്ന
യുവാക്കളുടെയും ആ ഒരു ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഈ ഗ്ലോബലൈസേഷൻ്റെ സമയത്ത് മിഡിൽ ക്ലാസ് ഫാമിലീസിലെ യുവാക്കളുടെയും ജരൂരത്തോ ആകാംക്ഷാവും ഓർ പ്രാഥമികതാവും കെ ബീച്ച് ഗഹരി ഖായ് ഹെ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആകാംക്ഷകൾ, ആഗ്രഹങ്ങൾ, അതുപോലെ പ്രയോറിറ്റീസ്, ഇവയിലൊക്കെ വലിയൊരു വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള യുവാക്കളുടെ ആഗ്രഹങ്ങളല്ല മിഡിൽ ക്ലാസ് യുവാക്കളുടേത്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള യുവാക്കളുടെ പ്രയോറിറ്റീസ് അല്ല മറ്റവരുടേത്. അപ്പോൾ അത് തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ലേഖകൻ പറയുന്നത്. दोनों की दुनिया परस्पर अपरिचित है और यदि परिचित है तो परस्पर विरोधी भी. എന്നിട്ട് പറയാണ്, ഈ രണ്ട് കൂട്ടരുടെയും ലോകം എന്ന് പറയുന്നത്, അവരുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് തീർത്തും അപരിചിതമാണ്, ഒന്നിന് മറ്റൊന്നിനെ അറിയില്ല. ഇനി എങ്ങാനും അവർ തമ്മിലൊരു ചെറിയ പരിചയം ഉണ്ടെങ്കിൽ, ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ അല്ലെ പരിചയമുണ്ടെങ്കിൽ അത് തീർത്തും വിരോധിയായിരിക്കും. പരസ്പർ വിരോധി ഭി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എഗൻസ്റ്റ് ആയിരിക്കും, ഒന്ന് മറ്റൊന്നിനെ കണ്ടുകൂടാത്ത ഒരു അവസ്ഥ. തൽഹട്ടി കി യുവ ദുനിയ ജീന ചാഹത്തി ഹെ और गरिमा के साथ आगे बढ़ना चाहती है, जबकि आधुनिक सुख सुविधाओं से युक्त मध्यवर्गीय युवा की दुनिया नई नई छलांगे लगाना चाहती है. ഏറ്റവും അടിത്തട്ടിലുള്ള പറഞ്ഞ സമൂഹത്തിൻ്റെ, മുഖ്യധാരാ സമൂഹത്തിൻ്റെ നിന്ന് മാറ്റി നിർത്തപ്പെട്ട യുവാക്കളുടെ ആഗ്രഹങ്ങൾ എന്താണ്? അവർക്ക് ജീവിതം അന്തസ്സോടും അഭിമാനത്തോടും കൂടി നല്ല രീതിയിൽ ജീവിക്കണം എന്ന് മാത്രമാണ് അവരുടെ ഒരു ആഗ്രഹം. പക്ഷേ മധ്യവർഗത്തിൽപ്പെട്ട, മിഡിൽ ക്ലാസ്സിൽപ്പെട്ട, ആധുനിക സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന, മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അനുഭവിക്കുന്ന യുവാക്കളുടെ ആഗ്രഹം എന്താണ്? അവർ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു, കൂടുതൽ കൂടുതൽ പടവുകൾ ചവിട്ടിക്കയറാനായിട്ട്, ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, രണ്ട് ഗ്രൂപ്പുകളുടെയും ആഗ്രഹങ്ങളും പ്രയോറിറ്റീസും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന്. പിछले 15-16 वर्षों के दौरान सूचना विस्फोट, कंप्यूटर क्रांति, बहुराष्ट्रीय पूंजी का नियोजन, उदारीकरण व निजीकरण जैसी परिघटनाओं ने समाज में विविध आयामी व विषमताजनक गतिशीलताओं को जन्म दिया है. निसंदेह इन गतिशीलताओं ने युवा को एक ही झटके में समुद्र पारीय दुनिया से जोड़ दिया है. അപ്പോൾ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചത്. അതെന്തൊക്കെയാണ് പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്നത്? സൂചനാ വിസ്ഫോട്, ഇൻഫർമേഷൻ്റെ ഒരു അതിപ്രസരം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം കമ്പ്യൂട്ടർ യുഗം വന്നു, ആ ഒരു വിപ്ലവം വന്നു. പിന്നെ ബഹുരാഷ്ട്രീയ പൂഞ്ചിക നിയോജൻ, അതായത് ഒന്നിലധികം രാജ്യങ്ങളിൽ മൂലധനം നിക്ഷേപിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഉദാരീകരൺ വ നിജീകരണം, ഉദാരീകരൺ എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷനാണ്, നിജീകരൺ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷനാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു, കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ഉണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമതകളും നിറഞ്ഞ ഒരു അന്തരീക്ഷവും സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ യുവാക്കളുടെ മനസ്സിൽ വലിയൊരു സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. യുവാക്കളെ, ഭാരതത്തിലെ യുവാക്കളെ സമുദ്രപാരീയ ദുനിയാസെ ജോഡ് ദിയാ ഹെ, അതായത് സമുദ്രത്തിനപ്പുറമുള്ള, അബ്രോഡ് എന്ന് പറയുന്ന ഒരു വിശാലമായ, ഇന്ത്യ കടന്നുള്ള വിശാലമായ ലോകവുമായിട്ട് കണക്റ്റ് ചെയ്തു. യുവ അപ്നെ കോ സമൃദ്ധ രാഷ്ട്രോं का अघोषित नागरिक उपचेतना में समझने लगता है. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എല്ലാവരും എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും യുവാക്കൾക്ക് സമൃദ്ധമായ, സാമ്പത്തികമായിട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്ന, വികസിച്ച, ജീവിക്കാനുള്ള സകലമാന സുഖ സൗകര്യങ്ങളും ലഭിക്കുന്ന രാജ്യങ്ങളിൽ ചെന്ന് താമസിക്കാനും അവിടുത്തെ ജീവിത രീതികൾ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അവരെന്താ ചെയ്തത്? അവരുടെ ഉള്ളിൽ തങ്ങൾ ആ രാജ്യത്തെ സിറ്റിസൺ ആണ് എന്ന ഒരു ബോധം ഉണ്ടായി തുടങ്ങുകയാണ് ചെയ്യുന്നത്. आज अधिकांश बॉलीवुडी फिल्मों और छोटे पर्दे के धारावाहिकों में युवा वर्ग അമേരിക്കോന്മുഖ് ദിഖായി ദേഗ. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന സിനിമകളിലും സീരിയലുകളിലും ഒക്കെയുള്ള ക്യാരക്ടേഴ്സ്, യുവാക്കളൊക്കെ അമേരിക്കോന്മുഖ്, അമേരിക്കയോട് ആഭിമുഖ്യം പുലർത്തുന്ന യുവാക്കളായിരിക്കും. അവർക്ക് അങ്ങോട്ടാണ് താല്പര്യം.
युवक युवती की अंतिम मंजिल के रूप में अमेरिका, यूरोप और ऑस्ट्रेलिया उनकी उपचेतना में समाये होंगे. മേരെ ബച്ചെ ഭി ഇസ്കെ അപവാദ് നഹി ഹെ. എന്നിട്ട് ലേഖകൻ പറയാണ്, ഇക്കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ സ്വപ്നം കാണുന്നത് അത്തരത്തിലുള്ള ലൈഫാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അവരുടെ ഗോൾ എന്ന് പറയുന്നത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ചെന്ന് പഠിക്കുക, അല്ലെ ജോലി ചെയ്യുക, അല്ലെ അവിടുത്തെ സിറ്റിസണായി ജീവിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ മക്കളും ഇതേ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. നമുക്കറിയാം ഇന്ന് എല്ലാവരും, ഒട്ടുമിക്ക ചെറുപ്പക്കാരും എന്തെങ്കിലും ബേസിക് എഡ്യൂക്കേഷൻ അല്ലെ ഡിഗ്രിക്ക് ശേഷം പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇത്തരം കാര്യങ്ങളുടെ, ഗ്ലോബലൈസേഷൻ്റെയും കമ്പ്യൂട്ടർ വിപ്ലവത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടുള്ള യുവാക്കളുടെ മനസ്സിലുണ്ടായ ഒരു ഇൻഫ്ലുവൻസ് ആണ്. इन धारावाहिकों में चित्रित युवा वर्ग को देखकर एहसास होता है कि ये किसी അജ്നബി അപരിചിത് ഭാരത് കെ നിവാസി ഹെ. അപ്പോൾ ഇത്തരം സീരിയലുകളിലും സിനിമകളിലും ഒക്കെ കാണുന്ന യുവാക്കളെ കണ്ടാൽ നമുക്ക് തോന്നും ഇവർ ഇന്ത്യക്കാരേ അല്ല എന്ന്. അവരെ സംബന്ധിച്ച് ഇന്ത്യയെ അവർക്കറിയില്ല എന്ന് തോന്നും. ആ രീതിയിലാണ് അവരുടെ മട്ടും ഭാവവും ലൈഫ് സ്റ്റൈലും ഒക്കെ. इन्हें देखकर इसका अंदाज़ लगाना लगभग असंभव सा है कि इसी भारत में हजारों किसान प्रतिवर्ष आर्थिक बदहाली व ऋणग्रस्तता के कारण ആത്മഹത്യ करने के लिए अभिशप्त हैं. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കണ്ടാൽ അവർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ലക്ഷറിയസ് ലൈഫായിരിക്കും ജീവിക്കുന്നത്. അവരെ കണ്ടാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല ഇന്ത്യയിൽ എല്ലാ വർഷവും എത്രയെങ്കിലും ശതമാനം കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്ന്, കടം കയറിയൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. കാര്യം ഇന്ത്യ പോലെയുള്ള അത്തരത്തിലുള്ളൊരു രാജ്യത്ത് ഇങ്ങനെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരെയാണ് സീരിയലുകളിലും മറ്റും നമ്മളിന്ന് കാണുന്നത്. ഇൻ ധാരാവാഹിക്കോമേ യുവാവർഗ കി ജിന്ദഗി ഹെ. അപ്പോൾ ഇത്തരം സീരിയലുകളിലും സിനിമകളിലും സീരീസുകളിലൊക്കെ കാണുന്ന ചെറുപ്പക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഉച്ഛൃംഖൽ യൗൻ സംബന്ധ്, അതായത് അനിയന്ത്രിതമായിട്ടുള്ള സെക്ഷൽ റിലേഷൻസ്. വിവാഹേതർ സംബന്ധ്, വിവാഹേതര ബന്ധം. പാഞ്ച് സിത്താര ജീവൻ ശൈലി കോ ബനായെ രഖ്ന, 5 സ്റ്റാർ ലൈഫ്. പരസ്പർ ഷഡ്യന്ത്ര, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുക, ഗൂഢാലോചനകൾ നടത്തുക. ഹിംസക് വ്യാപാരിക് വാർദാതെ, അതുപോലെ തന്നെ അക്രമാസക്തമായ രീതിയിലുള്ള ബിസിനസ് ഇടപാടുകൾ നടത്തുക. ബേൽഗാം കാർ ഹവായി യാത്രയെ ആദി ഇത്യാദി, അതുപോലെ അനിയന്ത്രിതമായ രീതിയിലുള്ള യാത്രകൾ തുടങ്ങിയവയൊക്കെയാണ് ഇവരുടെ ജീവിത രീതി എന്ന് പറയുന്നത്, അല്ലെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. यह वर्ग चाहता है कि संपूर्ण भारतीय राष्ट्र राज्य उसकी सेवा में तैनात रहे. നിക്കൂട്ടരുടെ ആഗ്രഹം എന്താണ്? രാജ്യം മുഴുവൻ, ഇവിടുത്തെ സിസ്റ്റം മുഴുവൻ ഇവരെ സേവിക്കാൻ വേണ്ടി, ഇവരുടെ സർവീസിനായിട്ട് നിലകൊള്ളണമെന്നാണ് ഇവരുടെ ആഗ്രഹം. यह वर्ग देश की सांस्कृतिक, आर्थिक, तकनीकी और राजनीतिक संस्थाओं को अपनी इच्छा पूर्ति के अनुकूल करना चाहता है. പിന്നെ ഇക്കൂട്ടരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചാൽ, തങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ സകലമാന സിസ്റ്റങ്ങളും നിലകൊണ്ടുപോകണം. അതായത് രാജ്യത്തെ സാംസ്കാരിക, സാമ്പത്തിക, ടെക്നിക്കൽ ഓർ പൊളിറ്റിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് നിലകൊള്ളണം, അതിന് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. इस वर्ग की प्रवृत्तियों को दिल्ली, मुंबई जैसे महानगरों में नशे में धुत आवारा राइस युवकों द्वारा फुटपाथ निवासियों को कुचलने, चलती कार में सामूहिक बलात्कार करने, चलती ट्रेन से लड़कियों को फेंक देने, रेस्टोरेंटों में गोली चलाने, व्यापारियों से अवैध वसूली करने, अपहरण का कारोबार करने, अवैध शिकारी करने, नशीले पदार्थों की तस्करी में संलिप्तता जैसी घटनाओं में देखा जा सकता है. അപ്പോൾ ഇക്കൂട്ടരുടെ ജീവിത രീതികൾ നമ്മൾ കണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡൽഹി, ബോംബെ പോലെയുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ കൃത്യമായിട്ടും കാണാൻ സാധിക്കും. ലഹരിയിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ, ഫുട്പാത്തിലും മറ്റും നിൽക്കുന്നവരെ ചുമ്മാ തട്ടിത്തെറിപ്പിച്ചിടുക, അവരുടെ മെക്കിട്ട് കയറുക, അതേപോലെ തന്നെ ഓടുന്ന കാറിൽ കൂട്ടബലാത്സംഗം ചെയ്യുക, ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടികളെ തള്ളി താഴെ ഇടുക, അതുപോലെ റെസ്റ്റോറൻറ്റുകളിലും മറ്റും ചെന്ന് വെടിവെക്കുക, പിന്നെ കടക്കാരിൽ നിന്നൊക്കെ ടിപ്പ് ഈടാക്കുക, അതായത് ഇല്ലീഗലായിട്ട് ചുമ്മാ ഇങ്ങനെ പൈസ വാങ്ങിക്കുക, അപഹരണങ്ങൾ നടത്തുക, അതായത് പിടിച്ചുപറി നടത്തുക, അതുപോലെ തന്നെ വേട്ട, അതും ഇല്ലീഗലാണ്, നിയമപരമായിട്ടുള്ളതല്ലാതെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുക, അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ കള്ളക്കടത്തുമൊക്കെ നടത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇത്തരം
യുവാക്കൾ ലയിച്ചു ജീവിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. इस वर्ग के युवा के समक्ष राष्ट्रीयता, राष्ट्रवाद, नैतिकता, മാനവീയത, സംവേദനശീലത ജേസി ചീജോं का कोई संकट नहीं होता. ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പിൽപ്പെട്ട യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപിൽ നാഷണാലിറ്റി, രാഷ്ട്രീയത എന്താണ്, നാഷണലിസം എന്താണ്, മൊറാലിറ്റി എന്താണ്, മോറൽ വാല്യൂസ് എന്താണ്, ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്താണ്, അല്ലെങ്കിൽ സംവേദനശീലത, ഫീലിങ്സ് എന്താണ്, ഇമോഷൻസ് എന്താണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. യഹ വർഗ് ഘോർ സ്വാർത്ഥി ഓർ ആത്മഗ്രസ്തത മേ ധസാ ഹുവ ഹോത്താ ഹെ. ഇക്കൂട്ടർ അങ്ങേയറ്റം സെൽഫിഷ് ആയിരിക്കും, അതുപോലെ അവനവനിൽ തന്നെ അങ്ങ് രസിച്ച് ജീവിക്കുന്നവരായിരിക്കും, അവനവൻ്റെ സുഖത്തിൽ മുഴുകി ജീവിക്കുന്നവരായിരിക്കും. ഈ രാത്തോ രാത്ത് സബ് കുച്ച് പാലേന ചാത്താ ഹെ. ഇവരെങ്ങനെയാണ്, ഇവർക്ക് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നേടണം, അങ്ങനെ ഉള്ള ഒരു ഷോർട്ട് കട്ട് രീതി ലൈഫാണ് ഉള്ളത്. യഹ സിർഫ് ഷോർട്ട് കട്ട് സംസ്കൃതി കാ അന്ധപൂജക് ഹോത്താ ഹെ. ഇവർ ആരാധിക്കുന്നതും അത്തരത്തിലുള്ളൊരു ഷോർട്ട് കട്ട് സംസ്കാരത്തെയാണ്. അതാ വൈശ്വീകരണം ഓർ ഉദാരീകരണം ഇസ് വർഗ് കെ ലിയെ വർദാൻ സിദ്ധ ഹുവേ ഹെ. അപ്പോൾ ഇക്കൂട്ടരെ സംബന്ധിച്ച് ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ ഇവർക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം എന്തും എവിടെയും എപ്പോഴും അവരുടെ ആഗ്രഹാനുസരണം കിട്ടുന്ന ഒരു അവസ്ഥ. ഇൻ ദോനോ പരിഘടനാओं इस वर्ग के युवाओं के लिए वैध अवैध संभावनाओं के अनेक द्वार खोल दिए हैं. ഇപ്പോൾ ഈ വൈശ്വീകരണവും ഉദാരീകരണവും ഒക്കെ ഇങ്ങനെയുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ, അതായത് ലീഗലായിട്ടുള്ളതും ഇല്ലീഗലായിട്ടുള്ളതുമായ ഇഷ്ടംപോലെ പോസിബിലിറ്റീസ്, സാധ്യതകളാണ് അവർക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുന്നത്. അതിനെ അവർ വേണ്ട രീതിയിലും വേണ്ടാത്ത രീതിയിലും എല്ലാം തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിച്ച് വരുന്നുമുണ്ട്.